സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 2 ചോദ്യങ്ങൾ എടുത്തിരുന്നത് ഇന്റഗ്രേഷൻ്റെതാണ്. 2 ചോദ്യങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സുകൾ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ട്രിഗണോമെട്രി, സ്ട്രെയിറ്റ് ലൈൻസ്, ഇങ്ങനെ കുറെ ചാപ്റ്റേഴ്സുകളെ തെരഞ്ഞു പിടിച്ച് പഠിച്ചാൽ നിങ്ങൾ കൂടുതൽ പഠിക്കുന്നതോറും മാർക്കും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ളതാണ്. അല്ലാതെ എക്സാമിന് വരാത്ത കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സമയം പോകത്തേ ഉള്ളൂ, എക്സാമിന് നമുക്ക് ഒത്തിരി കിട്ടത്തുമില്ല. അപ്പൊ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ പഠിക്കുന്നതിനുള്ളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്തായാലും അത്ര ഈസി ആയിട്ട് +2 ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസുകളല്ല, പക്ഷേ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ള ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ വരും. അങ്ങനെയൊക്കെ ഉള്ളത് പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാമിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒരുവിധം റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ട് അടുത്തൊരു നല്ലൊരു കോളേജ് സെലക്ട് ചെയ്ത് ഒരു 4 വർഷം കൊണ്ട് ഒരു പ്ലേസ്മെന്റും കഴിഞ്ഞ് ജോലിക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ള ഇതൊക്കെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കയറാം. Integral dx by root of x plus 1 minus root of x minus 1 is equal to alpha into x plus 1 whole raised to 3 by 2 plus beta into x minus 1 whole raised to 3 by 2. Then the value of beta is എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഇതിന്റെ ഇന്റഗ്രൽ ഈ ഫോർമാറ്റിലാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈ രീതിയിൽ കൂടെ കിട്ടുമ്പോൾ ഈ ബീറ്റയുടെ പ്ലേസിൽ വരുന്ന നമ്പർ ആരായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കാണുമ്പോഴും കൂടെ ചിലപ്പോൾ ഇത് കത്തത്തില്ല, എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്റഗ്രേഷൻ നടത്താൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx by root of x plus 1 minus root of x minus 1. ഇതന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ റൂട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി എന്ന് പറയുന്നത് അതിന്റെ സൈൻ മാറ്റി, മീൻസ് കോൺജുഗേറ്റ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്തില്ലയോ, കോൺജുഗേറ്റ് കൊണ്ട് താഴെ വേണ്ടെങ്കിൽ ഇൻഡു ചെയ്യുക എന്നുള്ളതാണ്. ഈ മൈനസ് മാറ്റി പ്ലസ് ആക്കണം, ബാക്കിയൊന്നും മാറ്റില്ല. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇങ്ങനെ. ഓക്കെ, അപ്പൊ എവിടെയാണ് റൂട്ട്, അതിന്റെ സൈൻ മാറ്റി താഴെ വേണ്ടെങ്കിൽ ഇൻഡു ചെയ്യുക. അതാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx by, ഇവിടെ നോക്കിക്കേ, ഈ ഡിനോമിനേറ്ററുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ a മൈനസ് ബി, a പ്ലസ് ബി, ആ രീതിയിൽ കൂടെ എത്തിക്കാൻ പറ്റും. അപ്പൊ റൂട്ടുകളൊക്കെ കളയാണ്ടായോ, അപ്പൊ a² മൈനസ് b² അപ്ലൈ ചെയ്യാം. ഇപ്പൊ ന്യൂമറേറ്റർ ബാക്കിയൊക്കെ ഉണ്ട്, റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 അതേപടി ഉണ്ട്. ഇവിടെ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി വരുമ്പോൾ a² മൈനസ് b² വരുമ്പോൾ റൂട്ട് എക്സ് പ്ലസ് 1 സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് മൈനസ് 1 സ്ക്വയർ എന്നങ്ങോട്ട് വരും. ഇവിടെ എന്തൊക്കെയാ ക്യാൻസൽ ആയി പോകുന്ന നോക്കിക്കുക. അപ്പൊ dx ബാക്കിയൊക്കെ അതേപോലെ എഴുതുന്നു കേട്ടോ, ഒരു വ്യത്യാസമില്ല. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 അതേപോലെ. ഇവിടെ നോക്കിക്കേ, റൂട്ട് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എക്സ് പ്ലസ് 1 വരും, മൈനസ് റൂട്ട് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരുമ്പോൾ അത് വെറും എക്സ് മൈനസ് 1 ആവും. റൂട്ടും സ്ക്വയറും നമ്മൾ ക്യാൻസൽ ആവും. ഇവിടെ സ്ക്വയർ, ഇത് റൂട്ട് ക്യാൻസൽ ആവും. ഈ സ്ക്വയറും റൂട്ടും തമ്മിൽ എന്തായി പോകും, ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx അതേപോലെ എഴുതി. നോക്കിക്കേ, ഡിനോമിനേറ്റർ എന്തായി പോകുന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇല്ലയോ. എക്സ് പ്ലസ് 1 മൈനസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 മൈനസ് എക്സ് പ്ലസ് 1 എന്ന് വരും കേട്ടോ, മൈനസ് എക്സ് പ്ലസ് 1. ഇവിടെ ന്യൂമറേറ്റർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1, അതിനൊന്നും മാറ്റില്ല. ഈ എക്സ് ക്യാൻസൽ ആക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ബാക്കിയുള്ള നോക്കിക്കേ, 1 പ്ലസ് 1 ആൻസർ ഈസ് എത്രയായി, 2 ആവും. ഓക്കെ, അപ്പൊ ആ 2നെ നമുക്ക് പുറത്തെടുക്കുമ്പോൾ 1/2 ഇൻറ്റു ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇങ്ങനെയായി നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഡിനോമിനേറ്റർ കിടന്ന് ഈ രണ്ടുപേരും ന്യൂമറൽ എത്തി സൈൻ മാറി. ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇപ്പൊ ഇത് ന്യൂമറൽ എത്തി കഴിഞ്ഞാൽ സെപ്പറേറ്റ് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് പറ്റത്തില്ല, പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി ഡിനോമിനേറ്റർ ഉള്ളതിനെ എല്ലാം ക്യാൻസൽ ആക്കി എക്സ് എല്ലാം പോയി ഒരു നമ്പർ ആക്കി അത് പുറത്തു വന്ന് 2 ആയി. ഇപ്പൊ നമുക്ക് ഈ രണ്ടുപേരെയും നമുക്ക് റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ വെച്ചുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് റൂട്ട് എക്സ്? റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് 3/2 by 3/2 എന്നാണ് കേട്ടോ. റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് 3/2 by 3/2. ഇവിടെ വരുമ്പോൾ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1ന്റെ ഇന്റഗ്രൽ വരുമ്പോൾ എക്സ് പ്ലസ് 1 റൈസ് ടു 3/2 by 3/2 പ്ലസ് ഇവിടെ അത് തന്നെയാണ് എക്സ് മൈനസ് 1 റൈസ് ടു 3/2 by 3/2 ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റഗ്രൽ. ഓക്കെ, അപ്പൊ അവിടെ ചെയ്യുമ്പോൾ നോക്കിയേ, ഇത് 2/3 ആകത്തില്ല. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു
2/3 ഇൻറ്റു എക്സ് പ്ലസ് 1 റേസ് ടു 3/2. ഇവിടെയും 2/3 ഇൻറ്റു എക്സ് മൈനസ് 1 റേസ് ടു 3/2. അപ്പൊ നോക്കിക്കേ, ഈ 2 എല്ലാം ക്യാൻസൽ ആയി കളയാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് 2 കോമൺ ആക്കി എടുത്ത് ക്യാൻസൽ ആയി കളഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 1/3 ഇൻറ്റു എക്സ് പ്ലസ് 1 റേസ് ടു 3/2, 1/3 ഇൻറ്റു എക്സ് മൈനസ് 1 റേസ് ടു 3/2. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറിന്റെ ഫോർമാറ്റിലാണ് നമുക്ക് ഇവിടെ കിട്ടിയത് കണ്ടോ. നോക്കിക്കേ കണ്ടോ, കറക്റ്റ് അല്ലേ? ആൽഫ ഇൻറ്റു 1/3 ഇൻറ്റു ബീറ്റ ഇൻറ്റു 1/3 ഇൻറ്റു, അപ്പം ആൽഫയും ബീറ്റയും 1/3 ആണ്. നമ്മുടെ ബീറ്റയുടെ വാല്യൂ ആണ്. അപ്പൊ ഈ ബീറ്റയുടെ പ്ലേസിൽ നമുക്ക് ഇവിടെ കിട്ടിയത് 1/3 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 1/3. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആയിരുന്നു ഇല്ലയോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ, സിമ്പിൾ ആയിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. നെക്സ്റ്റ്, അടുത്തതും വളരെ രസകരമായിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. പക്ഷെ ചിലപ്പം കാണുമ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. നോക്കാം. ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. ഇവിടെ ഓപ്ഷൻസ് ഒക്കെ 4 പേര് നിരന്ന് നിൽപ്പുണ്ട്. അതിൽ ഒരാൾ കറക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം, ഏതാണെന്നുള്ള കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ്. ഇതൊരു നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. കൊസീക് എക്സ് കോട്ട് എക്സ്, ഈ രണ്ട് പേർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് കേട്ടോ. ഈ കോമ്പിനേഷൻ കൊസീക് എക്സിനെ നമുക്ക് 1/sin x എന്ന് എഴുതാം. കോട്ട് എക്സിനെ നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കൊസീക്ക് 1/sin, കോട്ട് കോസ് ബൈ സൈൻ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് നമുക്ക് സെയിം ആയിട്ട് നോക്കിക്കുള്ളൂ. എല്ലാവരും നോക്കിക്കുക, സൈന് സൈന് ഒറ്റ അടിക്കുമ്പോൾ ഒറ്റ തവണ സൈൻ എഴുതാം. ന്യൂമറേറ്റർ 1 മൈനസ് കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ 1/sin x മൈനസ് കോസ് ബൈ സൈൻ, നമ്മൾ LCM സൈൻ എക്സ് എടുത്തു. ന്യൂമറേറ്റർ 1 മൈനസ് കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ സൈൻ എക്സ്. ഇവർ രണ്ടുപേരും വേൾഡ് ഫേമസ് ടേംസ്. 1 മൈനസ് കോസ് എക്സും വെറും സൈൻ എക്സും. പക്ഷേ പലർക്കും അറിയത്തില്ല അല്ലേ. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ടേമാണ്, എക്സ്പ്രഷനാണ്. അതുകൊണ്ട് വെറും സൈൻ എക്സിനെ കണ്ടാൽ നമ്മൾ എന്തോ എഴുതില്ലയോ? ഉണ്ട്, സൈൻ എക്സിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് 2 sin സ്ക്വയർ x by 2 എന്നാണ്. 2 sin സ്ക്വയർ x by 2 സബ് മൾട്ടിപ്പിൾ ആംഗിൾസ് ആണ്. നെക്സ്റ്റ് sin x ക്യാൻ ബി റിട്ടൺ ആസ് 2 sin x by 2 cos x by 2 ഇങ്ങനെ കേട്ടോ, dx. അപ്പൊ 2 ക്യാൻസൽ. പിന്നെ sin ക്യാൻസൽ. ഇവിടെ സൈൻ സ്ക്വയർ, ഇവിടെ ഒരു സൈൻ വെട്ടിപ്പോകും. എ സ്ക്വയറും എയും വെട്ടിപ്പോതില്ല ഒരേ. അതേപോലെ ബാക്കി ഇവിടെ ഒരു വെട്ടാതെ ഒരു സൈൻ എക്സ് ബൈ 2 ഉണ്ട്, താഴെ കോസ് എക്സ് ബൈ 2 ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കത്തി തുടങ്ങില്ലയോ? ഓ, ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് അല്ലേ. സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ 2 dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എത്രയായി? സൈൻ ബൈ കോസ് ആരായി? ടാൻ എക്സ് ബൈ 2 dx. ടാൻ ഇൻവേഴ്സ് ഉള്ള ടാൻ രണ്ടിനെ അവിടെ കളഞ്ഞിട്ട് ബാക്കി എക്സ് ബൈ 2 മാത്രം എഴുതുക കേട്ടോ. എക്സ് ബൈ 2 ഇന്റഗ്രൽ. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബൈ 2 ഇങ്ങ് പുറത്തു വന്നേ. എക്സ് ബൈ 2 ബൈ 2 ഇങ്ങ് പുറത്തു വന്നാൽ ബാക്കി എക്സ് എന്നേ ഉള്ളൂ. എക്സിന്റെ ഇന്റഗ്രൽ എത്രയാണ്? എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, പ്ലസ് സി. അപ്പൊ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി. എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നല്ല 2 ചോദ്യങ്ങൾ. ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, നമുക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ് ഉണ്ട്, മാത്സ് ക്ലാസ്സും അതിനോടൊപ്പം തന്നെ നോട്ട്സും മെറ്റീരിയലും ഉണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.